യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ 12 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടാകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നാളെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷജീറുണ്ട്. ഷജീർ, ഈ പരിപാടി ഇപ്പോൾ എങ്ങോട്ടാണ്? ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുകയാണോ? അല്ല, ഇതൊരു പ്രതിഷേധം തുടരുകയാണ്. നമുക്കറിയാം, നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ്? രാവിലെ 11 മണിക്ക് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും. മറ്റ് പ്രതിഷേധ പരിപാടികൾ എല്ലാ ജില്ലകളിലും ഇന്ന് പ്രതിഷേധം നടന്നിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജാമ്യത്തിൻ്റെ കാര്യം അറിയുന്നത് വരെയാണോ നമ്മൾ മറ്റ് മാർച്ചുകൾ പ്രഖ്യാപിക്കുന്നത്? ഇപ്പോൾ ജാമ്യം നിശ്ചയിച്ചത് അതിശക്തമായ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും. നാളെ രാവിലെ 11 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തന്നെ മാർച്ച് തുടങ്ങും. ഈ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ കൂടി നിന്ന് പോലീസിനെതിരെയും മറ്റും മുദ്രാവാക്യം വിളിക്കുകയാണ്. പക്ഷേ ഇത് കോടതിയുടെ മുൻവശമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രവർത്തകർ വാഹനമൊക്കെ തടയാനുള്ള തരത്തിലുള്ള സ്വാഭാവികമായി നമുക്കറിയാം, പ്രസിഡന്റിനടുത്തുള്ള അവരുടെ വികാരഭരിതമായ ഒരു അടുപ്പമാണ്. അവിടെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണമാണ്. ഇത് കോടതിക്കെതിരെയുള്ള മുദ്രാവാക്യമല്ല. ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള, പോലീസിനെതിരെയുള്ള ഒരു നിലപാടാണ്. കാരണം അതിരാവിലെ 5 മണിക്കാണ് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ, അസാധാരണമായ രീതിയിലാണ് സംസ്ഥാന പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോഴെന്തായാലും കോടതിയിൽ ഹാജരാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനായി ഹാജരായ അഭിഭാഷകൻ മൃദുൽ സംസാരിക്കുന്നു.